ഹലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ചെമ്പരത്തിയുടെ സ്ക്വാഷാണ്. ചെമ്പരത്തിയുടെ സ്ക്വാഷ് എല്ലാവർക്കും അറിയുമായിരിക്കും. അതിന് ആദ്യം തന്നെ 5 ഇതളുള്ള ചെമ്പരത്തിയുടെ ഇതളുകൾ മാത്രമായിട്ട് ഒന്ന് പറിച്ച് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അത് ഹൈബ്രിഡ് ചെമ്പരത്തി ഒന്നും എടുക്കരുത്. പണ്ടത്തെ നാടൻ ചെമ്പരത്തി ഉണ്ടല്ലോ, നമ്മൾ എണ്ണയ്ക്കും ഒക്കെ യൂസ് ചെയ്യുന്ന ആ ചെമ്പരത്തി തന്നെ വേണം. അപ്പം അതിൻ്റെ ഇതളുകൾ മാത്രം എടുക്കുക, ബാക്കി തണ്ടും എല്ലാം കളഞ്ഞിട്ട്. ഇനി അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു പിടി പുതിനയും കൂടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ചെമ്പരത്തിയുടെ സ്ക്വാഷിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ പിന്നെ എസൻസോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു ടേസ്റ്റ് വരുന്നത് ഈ ഇഞ്ചി പുതിന അതിൻ്റെ ടേസ്റ്റാണ്. ചെമ്പരത്തിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല, കളറ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചിയും പുതിനയും ചേർക്കുന്നത്. പിന്നെ ഇഞ്ചിയും പുതിനയും ചേർത്തിട്ട് നമ്മളൊരു സ്ക്വാഷ് ഉണ്ടാക്കി കുടിക്കുമ്പോൾ വയറിൻ്റെ ദഹനത്തിനും ഗ്യാസിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളച്ച് ചെമ്പരത്തിയുടെ ജ്യൂസും അതുപോലെ ഇഞ്ചി പുതിനയുടെ എസൻസും അതിലേക്ക് ഇറങ്ങണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യം 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ പഞ്ചസാര എന്നുള്ള കണക്കാണ്. മിനിമം അത്രയെങ്കിലും എടുത്താലാണ് ഇത് സ്ക്വാഷായിട്ട് വരുമ്പോൾ നമുക്കത് വെള്ളം ചേർത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയാണോ വെള്ളം എടുക്കുന്നത് അതിന് ഈക്വലൻ്റായിട്ട് പഞ്ചസാര എടുക്കുക. എന്നിട്ട് ഈ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി പുതിന ചെമ്പരത്തിയുടെ പൂവ് എല്ലാം കൂടെ ഉള്ള വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് അരിച്ച് അതിൻ്റെ കൂടെ ഈ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ ഇതെങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാമെന്നും കൂടെ പറയുന്നുണ്ട്. സെയിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത് പ്രിസർവ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയും കൂടെ ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരേക്ക് കാണുക. ഇനി പഞ്ചസാരയും മറ്റേ ജ്യൂസും കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു 10 നാരങ്ങയുടെ നീരെടുത്തിട്ട് ഏകദേശം ഒരു 1/2 കപ്പ് നാരങ്ങ ജ്യൂസ് വേണം, എന്നാലാണ് അതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങളിതൊരു ബിസിനസ് രീതിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാരങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് സിട്രിക് ആസിഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ സിട്രിക് ആസിഡ് ഉണ്ടെങ്കിൽ തന്നെ നല്ല പുളിയായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ വീട്ടിലെ ആവശ്യത്തിന് ഉണ്ടാക്കിയതുകൊണ്ട് അതിൽ പ്രിസർവേറ്റീവ്സും അല്ലെങ്കിൽ ഒന്നും ചേർക്കണില്ല. ഇനി ഇത് നന്നായിട്ട് തിളച്ച് നല്ല പോലെ കുറുകി, നിങ്ങൾക്കറിയാമല്ലോ സ്ക്വാഷിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തണം. അതായത് നൂൽപ്പരുവൊന്നും ആവരുത്, പക്ഷേ കയ്യിലെടുത്ത് കഴിഞ്ഞ് അങ്ങനെ ഒട്ടണ ഒരു പാകത്തിലേക്ക് അത്രയും ആയി കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ജ്യൂസും തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് സോഡിയം ബെൻസോയേറ്റ് എന്ന് പറഞ്ഞ് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഫുഡ് പ്രിസർവേറ്റീവാണ്. അതിൽ 1 ലിറ്ററിന് ഒരു 1/2 ഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം വരേക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അത്രയും ചേർത്തിട്ട്, ഞാൻ പറയുന്നത് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള അത്ര കറക്റ്റായിട്ട് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നാളിത് കേടുകൂടാതിരിക്കും. മറ്റത് ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ഒരു 15 ദിവസം 20 ദിവസം മാക്സിമം നിങ്ങൾക്ക് ഈ സ്ക്വാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്കത് സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സോഡിയം ബെൻസോയേറ്റ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് നിങ്ങൾക്കത് കുറേ നാൾ ഇതേപോലെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഒട്ടും ഹെൽത്തി അല്ല ഈ സാധനങ്ങൾ, പക്ഷെ നമ്മൾ വാങ്ങണ എല്ലാത്തിലും സോസ് അതുപോലെ ജാം പിക്കിള് ഇങ്ങനത്തെ എല്ലാ സാധനത്തിലും ഈ സോഡിയം ബെൻസോയേറ്റിൻ്റെ അതുപോലെയുള്ള കണ്ടൻറ്റ് ഉണ്ടായിരിക്കും.